ഏവർക്കും ഹൈറോ ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. എങ്ങനെയുണ്ട് വോയിസ് ഇട്ടുള്ള വീഡിയോ? നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PCOD കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. PCOD ഉള്ളവരിൽ വരുന്ന 7 പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി ഇൻസുലിൻ്റെ അളവ് കൂടുന്നത്. PCOD ഉള്ളവരിൽ ഇൻസുലിൻ്റെയും ലെപ്റ്റിൻ്റെയും അളവ് വർദ്ധിക്കുകയും ഇത് ഓവുലേഷനെ ബാധിക്കുകയും ചെയ്യും. ടെസ്റ്റോസ്റ്റിറോണുകളും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത്തരക്കാരിൽ പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. മുഖത്തുണ്ടാകുന്ന അനാവശ്യ രോമ വളർച്ചയും മുടി കൊഴിച്ചിലും ടെസ്റ്റോസ്റ്റിറോൺ കൂടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. 6 മുതൽ 9 മാസങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റം സംഭവിക്കുന്നത്. അസാധാരണമാം വിധം ശരീരഭാരം കൂടുന്നതും കുറയുന്നതും PCOSൻ്റെ മറ്റൊരു ലക്ഷണമാണ്. ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് ഡയബറ്റീസ്, ഗർഭകാല പ്രമേഹം എന്നിവയുണ്ടാക്കുവാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. ഇൻസുലിൻ അളവ് കൂടുന്നതോടെ പുരുഷ ഹോർമോണുകളുടെയും ആൻഡ്രോജൻസിൻ്റെയും പ്രവർത്തനം കൂടുകയും വയറിലും മറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ഭാരം വർദ്ധിക്കുകയും ചെയ്യും. PCOD ഉള്ളവരിൽ കാണുന്ന മറ്റൊരു പ്രധാന പ്രശ്നം വന്ധ്യതയാണ്. PCOD ഉള്ളവരിൽ സാധാരണയായി പുരുഷ ഹോർമോണുകളും ആൻഡ്രോജനുകളും കൂടുതലായി കാണപ്പെടുകയും ഇത് അണ്ഡോൽപാദനത്തെ തടയുകയും ചെയ്യും. ഇത് സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാവുന്നു. ഇത്തരം ആർത്തവ ക്രമക്കേടുകൾ കാണപ്പെടുന്നവരിൽ ഗർഭധാരണത്തിനും നോർമൽ പ്രസവത്തിനും ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. വന്ധ്യതാ പ്രശ്നങ്ങളും അബോർഷനും ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മറ്റൊരു പ്രശ്നം മൂഡ് ചേഞ്ചാണ്. PCOS ഉള്ളവരിൽ പൊതുവെ കാണപ്പെടുന്ന ലക്ഷണമാണ് മാനസിക നിലയിലുള്ള മാറ്റം. മാനസിക ആരോഗ്യം പരിതാപകരമാവുകയും പലപ്പോഴും വിഷാദവും ഉത്കണ്ഠയും അമിതമായ തോതിൽ വർദ്ധിക്കുന്നതും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. കാരണമില്ലാതെ സങ്കടവും ദേഷ്യവും തോന്നുകയും ചെയ്യും. മാനസിക സമ്മർദ്ദവും ടെൻഷനും കൂടുകയും പലർക്കും ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. ശരീരത്തിലുണ്ടാകുന്ന രാസമാറ്റങ്ങൾ കൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അടുത്തത് ക്ഷീണം. PCODയുടെ ലക്ഷണമാണ് തളർച്ചയും ക്ഷീണവും. മസിൽ തളർച്ചയും വിഷാദവും ഉത്കണ്ഠയും കൂടുന്നതിനാൽ ഉറക്കം ലഭിക്കാത്തവരും തളർച്ച അനുഭവപ്പെടുന്നവരുമുണ്ട്. തൈറോയ്ഡ് രോഗമുള്ളവരിലും വിറ്റാമിൻ B കുറഞ്ഞവരിലും അനീമിയ ഉള്ളവരിലും തളർച്ച കാണാറുണ്ട്. ഹോർമോൺ അസന്തുലിതാവസ്ഥകൾ കൊണ്ട് ചിലരിൽ രക്തത്തിലെ പഞ്ചസാരയുടെയും ഇൻസുലിൻ്റെയും അളവിൽ മാറ്റങ്ങൾ കാണാറുണ്ട്. ഇത് സാധാരണ രീതിയിലുള്ള തളർച്ചയോ ക്ഷീണമോ അല്ല, മറിച്ച് ഇൻസുലിൻ അളവിലുള്ള മാറ്റം കൊണ്ടുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ഷീണവും അലസതയും ഒരാളുടെ ദിവസത്തെ പ്രവർത്തനത്തെ തന്നെ മന്ദഗതിയിലാക്കുന്നു. PCOD ഉള്ളവർ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മുഖക്കുരു. PCOS ഉള്ള സ്ത്രീകളിൽ പേശി വളർച്ചയെയും ലൈംഗികതയെയും നിയന്ത്രിക്കുന്ന ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് ചർമ്മത്തിൽ എണ്ണമയം വർദ്ധിക്കാൻ ഇടയാക്കുന്നു. ഇതിൻ്റെ ഫലമായി മുഖക്കുരുവും കാണപ്പെടും. മുഖം, പുറം, നെഞ്ചിനു മുകളിലുള്ള ഭാഗത്തും കുരുക്കൾ കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ വേദനയുള്ള കുരുക്കളും കാണപ്പെടും. പുരുഷ ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടുമ്പോൾ PCOS കാരണം ഹൈപ്പർ ആൻഡ്രോജനിസവും ഉണ്ടാകാം. അതായത് പുരുഷ ഹോർമോണുകൾ അല്ലെങ്കിൽ ആൻഡ്രോജൻസ്
കൂടുതലായി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് കാരണം മുടികൊഴിച്ചിൽ, ശരീരത്തിലും മുഖത്തും അനാവശ്യ രോമ വളർച്ചയുണ്ടാകും. സ്ത്രീകളെ ബാധിക്കുന്ന സാധാരണമായ ഹോർമോൺ തകരാറുകളാണ് PCOS. PCODയുടെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിലൊന്നാണ് ക്രമം തെറ്റിയ ആർത്തവം. ആൻഡ്രോജനുകളുടെയും ഇൻസുലിൻ്റെയും അളവ് ഉയരുന്നതോടെയാണ് ഓവുലേഷനും മെൻസസും തടസ്സപ്പെടുന്നത്. PCOS ഉള്ള ഭൂരിഭാഗം സ്ത്രീകൾക്കും ആർത്തവ ക്രമക്കേടുകളുമുണ്ട്. ചിലർക്ക് മാസങ്ങളോളം ആർത്തവം ഇല്ലാതിരിക്കുന്ന അവസ്ഥയുമുണ്ട്. സാധാരണ രീതിയിൽ ആർത്തവചക്രം 28 ദിവസമാണ്. ചിലരിൽ 21 മുതൽ 35 വരെയുള്ള ദിവസങ്ങളിലും കാണപ്പെടാറുണ്ട്. ഇതും കുഴപ്പമുള്ള കേസല്ല. എന്നാൽ ആർത്തവചക്രം 35 ദിവസത്തിലധികം നീണ്ടുപോകുന്നതും 1 വർഷത്തിൽ 8 അല്ലെങ്കിൽ അതിൽ കുറവോ ആർത്തവചക്രം ഉണ്ടാകുന്നതുമാണ് ക്രമം തെറ്റിയ ആർത്തവത്തിൻ്റെ ലക്ഷണം.